ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാലാട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള കറികളുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് അരിപ്പൊടിയാണ്. നൈസായിട്ടുള്ള അരിപ്പൊടി. അരിപ്പൊടിക്ക് പകരം നമുക്കത് അരി അരച്ചിട്ടും ചെയ്യാം. അപ്പോൾ പച്ചരി ഒരു 3-4 മണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്താൽ മതി. ഇനി അതിലേക്ക് അരിപ്പൊടി എടുത്തിട്ടുള്ള കപ്പിൻ്റെ അതേ അളവിൽ 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും 1 കോഴിമുട്ടയും ചേർത്തിട്ട് അത് 3 കൂടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ തേങ്ങാപ്പാലിന് പകരം ചിരകിയ തേങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം മാവ് നന്നായിട്ടൊന്ന് അരിച്ചെടുത്താൽ മതി. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മാവാണ് നമുക്കിതിന് വേണ്ടത്. പിന്നെ ഈ മുട്ട ചേർത്തോണ്ട് മുട്ടയുടെ സ്മെല്ല് അങ്ങനെ മുന്നിട്ട് നിൽക്കൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാപ്പാലിൻ്റെ കൂടെ ഈ ഒരു മുട്ടയും കൂടി ചേർക്കുമ്പോഴാണ് അത് കൂടുതൽ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കണം. ഈ ഒരു മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ നീർദോശയുടെ മാവ് പോലെ തന്നെ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മളെടുക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഇവിടെ ഇപ്പോൾ ഏകദേശം 1 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ പിന്നെ നമുക്കത് ചുട്ടെടുക്കാം. അപ്പോൾ മാവ് ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ കയ്യിൽ വീതെടുത്തിട്ട് പാനിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീർദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ മേലെ നന്നായിട്ട് ഹോൾസ് വരുള്ളൂ. പക്ഷേ ഈ ഒരു ദോശയിൽ മേലെ ഹോൾസ് വരാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് പേപ്പർ പോലെ നല്ലോണം കനം കുറഞ്ഞ രീതിയിലാണ് വേണ്ടത്. അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുത്താൽ മതി. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും സൈഡിൽ നിന്നൊക്കെ അതുപോലെ വിട്ട് വരും. അപ്പോൾ അതുപോലെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം പാനിൽ നിന്ന് എടുക്കാം. നല്ല കനം കുറഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു ദോശ. എല്ലാം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള കറികളുടെ കൂടെയും അതുപോലെ തേങ്ങാപ്പാലിൻ്റെ കൂടെ കഴിക്കാനും അതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാലാട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സും മറക്കാതെ അറിയിക്കുക.